അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി റംബുട്ടാൻ പിക്കിൾ. റംബുട്ടാനിൽ മിൽക്ക് ഷേക്ക് അത് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് റംബുട്ടാൻ പിക്കിളാണ്, അച്ചാർ. നല്ല അടിപൊളിയായ റംബുട്ടാനെ അച്ചാർ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. റംബുട്ടാൻ ഇതിങ്ങനെ ഒരു ലൈനിട്ട് കൊടുത്തോണ്ട് ഇതിനിങ്ങനെ പിളർത്തി കഴിഞ്ഞാൽ ഉള്ളിൽ വെള്ള ഒരു സാധനം കിട്ടും. ഇതിന് കത്തിയിട്ട് തോണ്ടിയിട്ട് ഇവിടെ വയ്ക്കാം. റംബുട്ടാൻ തിന്നുകയാണെങ്കിൽ രതീഷ് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാൻ വേണ്ട, അങ്ങനെ പിടിച്ചാണ്ട് ഒരു തിരിതിരിക്കുക. ഇതിനകത്തൊരു സാധനങ്ങൾ വരും. എന്താ ഇത്? നല്ല മധുരം, നല്ല പഴുത്ത് നല്ല മധുരം ഉണ്ടാവും. ഇത് തിന്നത് തീർക്കും രതീഷേ. ഇത് നല്ല മധുരമുണ്ട്. മധുരമുണ്ടോ? അതാണ് റംബുട്ടാൻ. അങ്ങനെ നമ്മളിതൊക്കെ തൊലിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വേസ്റ്റൊക്കെ വാരിക്കൊണ്ട് കളയണം. ഇത് ഉള്ളിലുള്ള സാധനത്തിലേക്കാണ് വേസ്റ്റാണ് കൂടുതൽ. അല്ലേ? അതെ. തെങ്ങിന് വളമാട്ടല്ലേ? നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇതിന് മുകളിൽ കുറേ പൊടിയുണ്ടേ. സംഭവം കഴുകണമെന്നില്ല, എങ്കിലും നമ്മുടെ ഒരു തൃപ്തിക്ക്. ഇപ്പം എന്താ ചാന്തോല്ലേ? അതെ. ശുദ്ധമായ നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ, ഉലുവയും കടുകൊക്കെ പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി കട്ട് ചെയ്താണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എന്താ വേണമല്ലോ വെളുത്തുള്ളി. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്തുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി അല്പം കയറ്റുപാട് ഇടാം നമുക്ക്, അച്ചാറായതുകൊണ്ട്. സാദാ ജീരകപ്പൊടി, ഇനി നമുക്ക് ചൂടുവെള്ളമാണത്. ഉപ്പ്, കല്ലുപ്പാണ്. കല്ലുപ്പിട്ട അച്ചാർ നല്ല രുചിയുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കായപ്പൊടി,
ഇത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ലാസ്റ്റാണ് ഇട്ടത്. ഇത് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ട് നമുക്ക് പതുക്കെ ഇറക്കി വെക്കാം. ഒന്ന് ചൂടാണ് അല്ലേ. മോനെ സംഗതി പൊളി. അപ്പോൾ നമ്മുടെ അച്ചാർ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. പൊളി മോനെ, പൊളി സാധനം. നമ്മൾ പലതരത്തിലുള്ള അച്ചാർ കഴിച്ചിട്ടുണ്ട്. ഒരു ഫ്രൂട്ട്സിൻ്റെ അച്ചാർ ആദ്യമായിട്ടല്ലേ, നല്ല രസം പറഞ്ഞാൽ നല്ല ആ ഇഞ്ചിയും അത് ചേർത്ത് സാധനങ്ങളുടെ കൂടെ ഇല്ലേ, നല്ല അടിപൊളി സംഭവം. മധുരവും ഫ്ലേവറൊക്കെ കൂടി സംഗതി പൊളിച്ചു. പൊളി പറഞ്ഞ പൊളി. ഇതെന്തായാലും നമുക്ക് ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്താണ്. ആ എരിവും ഒക്കെ കൂടി വരുമ്പോണ്ടല്ലോ നല്ല രസമുണ്ട്, കൂടെ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ എന്തായാലും തിന്നാനൊന്നും പറ്റില്ല. ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്താണ്, ഒരു കാണിക്കുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിത് ഓർഫണേജിൽ കൊടുക്കില്ല. കാരണം എന്താ പറയുക, അവർ എന്താ പറയുക, അവർക്കത് കഴിച്ച ചിലപ്പോൾ കുരുവോട് കൂടി ഒരു മുഴുങ്ങാനുള്ള സാധ്യത. അപ്പം നമ്മൾ നാട്ടിൽ തന്നെ നമ്മൾ കവറുകളിലാക്കിയിട്ട് നമ്മുടെ നാട്ടുകാർക്ക് തന്നെ കൊടുക്കാം. നമ്മുടെ കൂടെയുള്ള കുറേ കുട്ടികളുണ്ട്, നമ്മൾ സഹായിക്കാൻ എന്നും വരുന്ന കുട്ടികൾക്ക് നമുക്ക് വീട്ടിലേക്ക് കൊടുത്തു വിടാം. അപ്പോൾ അവരും ആസ്വദിക്കട്ടെ ഈ റംബൂട്ടാൻ അച്ചാറിൻ്റെ ഒരിത്. നമുക്ക് ഇനിയും ഒരു ദിവസം ഇതിൽ കുരുവൊക്കെ കളഞ്ഞൊരു ദിവസം ഉണ്ടാക്കി അവർക്ക് കൊടുക്കാം അല്ലേ. ഇത് കുരുവുള്ളതുകൊണ്ട് നമുക്കൊരു പേടി, കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, മുഴുകി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കുരുവോട് കൂടിയിട്ട്. കുരു എപ്പോഴും ഇതിന് കട്ട് ചെയ്തിട്ട് കുരു അകത്ത് എടുത്തിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. പക്ഷെ സംഗതി ഒരു ഒന്നൊന്നര ടേസ്റ്റ് കേട്ടാ, നമ്മൾ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ്. ഓ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം ഞങ്ങളിത് ആവുന്ന ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് നമ്മളത് പാർസലാക്കി കൊടുക്കാം അല്ലേ ഏകദേശം. പാർസലാക്കി നമ്മുടെ നാട്ടിലുള്ള ആളുകളും ഈ റംബൂട്ടാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി വിലയുള്ള സാധനമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ സുലഭമാണെങ്കിൽ കൂടെ ഇച്ചിരി വിലയുള്ള സാധനമാണ്. അതെ അതെ, ഇത് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട് ഈ സാധനം കഴിക്കാൻ. നമുക്കിതൊക്കെ പാർസലാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുവിടാം. സംഗതി ഒന്നുകൂടെ ചൂടാറിയാ അടിപൊളിയായിരിക്കും. സംഗതി പൊളിട്ടാ. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അല്ലേ? അതെ.